ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ പൊന്ന് കൂട്ടുകാരെ, സർജറി കഴിഞ്ഞ പിന്നെ ഞാൻ ഒരുപാട് തൂക്കാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷേ ഇത് കാണുമ്പോൾ നമ്മളെങ്ങനെ തൂക്കമായിരിക്കും. പാവം അമ്മമ്മയൊക്കെ പോലെയൊക്കെ തൂക്കുമായിരുന്നു കേട്ടോ. പക്ഷേ റോഡിലാണ് ഇഷ്ടത്തിന് കരിയില റബ്ബറിൻ്റെയൊക്കെ വീണ് കിടപ്പുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചില്ല, ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ 6-ാം തീയതി ഞങ്ങളുടെ വീട്ടിലെ ചുനക്കര മഹാദേവൻ്റെ അവിടുത്തെ പറയാണ് കേട്ടോ. അപ്പം ഞാനതൊക്കെ നിങ്ങളെ കാണിക്കാൻ വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പം നമുക്കിവിടെ ഒരു എന്താ പറയുക, വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ റബ്ബർ മരം നിൽപ്പുണ്ട്. നമ്മുടെ അല്ല കേട്ടോ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ളവരുടെ റബ്ബറാണ്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കരിയിൽ വീഴും. അവിടെ കാർത്തിക്കുട്ടിയും തൂക്കുന്നുണ്ട് കേട്ടോ. കാർത്തിക്കുട്ടി വെള്ളം ഒഴിക്കാനും മുളകിന് വെള്ളം ഒഴിക്കാനും ഒക്കെ പോയപ്പം എനിക്ക് വയ്യാത്തതുകൊണ്ട് കാർത്തിക്കുട്ടി തൂത്ത് തരുക കേട്ടോ. ഈ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തൂത്തുകൊണ്ടേ ഇരിക്കണം. എല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ചിലപ്പസാൻ്റെ വൈഫ് ഇതാണ്ട് ഞാൻ മോൾക്കൊരു ഡ്രസ്സ് കൊണ്ട് കൊടുത്തേ കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നി അവൾക്ക്. നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചേച്ചി കൊണ്ട് കൊടുത്തതാണ്. ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നെന്ന്. ആര്യക്കൊച്ചിൻ്റെ അമ്മയാട്ടോ. ആര്യക്കൊച്ചിൻ്റെയും പിന്നെ കുഞ്ചിൻ്റെയും അമ്മയാട്ടോ. അപ്പം അന്നേരം നല്ല രസമുണ്ടായിരുന്നു ഡ്രസ്സ് കാണാനായിട്ട്. ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ അയൽപ്പക്കങ്ങളൊക്കെ നമ്മൾ നല്ല സഹകരണത്തിൽ സ്നേഹിക്കുകയും എടുക്കുകയും ചെയ്യുന്ന, അതാണ് ജീവിതത്തിൽ കൊണ്ടുപോകാൻ ഏറ്റവും വലുത് കേട്ടോ. അപ്പം ഞാൻ ഒരുപാട് നാൾ കൂടിയിരുന്ന് ഇച്ചിരി മീൻ മേടിച്ചു കേട്ടോ. അതിൽ അരക്കിലോ അതിലേക്ക് 120 രൂപയായിരുന്നു മേടിച്ചു. അപ്പം അതിനി വറുത്ത് ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. വൈകിട്ട് അമ്മമ്മയ്ക്കുള്ള ഓട്സും കൂടെ കാച്ചി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം മീൻ വെട്ടുന്നതൊന്നും എടുക്കുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. വെട്ടിയില്ല, ഞാനിങ്ങനെ വെട്ടണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞു ഇച്ചിരി ജോലിയും കൂടെ ഉണ്ട്, അതുകൂടെ ചെയ്ത് തീർക്കണം. അപ്പോൾ ഇന്ന് എനിക്ക് തീരെ വയ്യായിരുന്നു ചോദിച്ചാൽ ഞാൻ ഇന്ന് കുറേ നേരം കിടന്നു കേട്ടോ. ക്യൂ നിന്ന് വന്നപ്പോഴത്തേക്കിനും എനിക്ക് വയ്യായിരുന്നു, നന്നായിട്ട് വെയിൽ കൊണ്ട്. അപ്പോൾ ഇനി വെള്ളം കൂടെ തിളപ്പിച്ചിറക്കി വെക്കണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.